അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് ടൈം സ്റ്റോൺ കൈക്കലാക്കാൻ ഏൻഷ്യന്റ് വണ്ണിന്റെ പക്കലേക്ക് പോകുന്ന ഹൾക്കിനെ ഏൻഷ്യന്റ് വണ്ണ് ആസ്ട്രൽ പഞ്ച് ചെയ്യുമ്പോൾ ബ്രൂസ് ബാനറിന്റെ സോള് പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹൾക്ക് ബ്രൂസ് ബാനർ ആയിട്ട് മാറുമ്പോഴോ ബ്രൂസ് ബാനർ ധരിച്ചേക്കുന്ന ഡ്രസ്സുകൾ കീറിപ്പോകാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏൻഷ്യന്റ് വണ്ണ് ആസ്ട്രൽ പഞ്ച് ചെയ്യുമ്പോൾ ഹൾക്കിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന ബ്രൂസ് ബാനറിന്റെ സോള് ധരിച്ചേക്കുന്ന ഡ്രസ്സും കീറിപ്പോയ പോലെയല്ലേ കാണിക്കേണ്ടിയിരുന്നത്. അതേപോലെ തന്നെ സ്പൈഡർമാൻ നോവേ ഹോമില് ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനെ ആസ്ട്രൽ പഞ്ച് ചെയ്യുമ്പോഴും സ്പൈഡർമാന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന പീറ്റർ പാർക്കറിന്റെ സോളും ഫുൾ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. നമുക്കറിയാം പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ ഒരിക്കലും തന്റെ നോർമൽ സ്യൂട്ടിന്റെ അകത്ത് സാധാരണ ഡ്രസ്സ് ധരിക്കാറില്ലെന്ന്. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ആസ്ട്രൽ പഞ്ച് ചെയ്യുമ്പോൾ സ്പൈഡർമാന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന പീറ്റർ പാർക്കറിന്റെ സോള് ഡ്രസ്സ് ധരിച്ചേക്കുന്നതായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൂവിയിൽ ഏൻഷ്യന്റ് വണ്ണ് ഡോക്ടർ സ്ട്രേഞ്ചിനെ ആസ്ട്രൽ പഞ്ച് ചെയ്യുമ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ സോള് ധരിച്ചിരിക്കുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് ഏത് ഡ്രസ്സാണോ ആ സമയത്ത് ധരിച്ചത് അതേ ഡ്രസ്സ് തന്നെയാണ്. എന്തുകൊണ്ടാകാം ബ്രൂസ് ബാനറിനും പീറ്റർ പാർക്കറിനും മാത്രം ഈ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് കാണിച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.